ഈ ആഹാബും ഇസബേലും അശേര പ്രതിഷ്ഠകളും എല്ലാം കൂടെ ചേർന്ന് ഏലിയാവിനെ കർമ്മേലിന്റെ മലമുകളിൽ വെല്ലുവിളിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ബാലാണോ ദൈവം, യഹോവയാണോ ദൈവം എന്ന് തെളിയിക്കണം. ഇസ്രായേലിൽ ഒറ്റ ദൈവമേ ഉള്ളൂ. ഇസബേലും അശേര പ്രതിഷ്ഠകളും ആഹാബും പറയുന്നു, ബാലിന്റെ ആൾക്കാർ പറയുന്നു ദൈവം ബാലാണ്. പക്ഷെ ഏലിയാവ് എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പറയുന്നു, there is only one God in Israel, that is Elohim, Yahweh. Hallelujah. അപ്പോൾ 850 പേരുടെ ഒരു സംഘം കർമ്മേലിന്റെ മലമുകളിൽ വരികയാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് ഈ തിരുവെഴുത്തുകളെ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് പറയുകയാണ്. ബാലിന് തീയിറക്കാൻ പറ്റുകയില്ലെങ്കിൽ ബാലിന് പൈശാചിക ശക്തികൾക്ക് പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ ചില മാജിക്കുകൾ പോലെ ചില സംഗതികളൊക്കെ, ചില തട്ടിപ്പുകളൊക്കെ കാണിക്കാൻ പറ്റുകയില്ലെങ്കിൽ ഒരിക്കലും ഈ തന്റെ ഇടം ഇസബേലിനും ആഹാബിനും ഉണ്ടാകുകയില്ല. പൈശാചിക ശക്തിക്കും ചിലതൊക്കെ ചെയ്യാൻ പറ്റും. ഈ തന്റെ ഇടത്തിലാണ് കർമ്മേലിന്റെ മലമുകളിൽ ഏലിയാവിനെ വെല്ലുവിളിക്കുന്നത്. ഇവർ 853 പേരുണ്ട്. ബാലിന്റെ അശേരയുടെ ദേവന്മാരും അവരുടെ ശുശ്രൂഷകരും ആഹാബും ഇസബേലും കൂടെ കൂട്ടി. പക്ഷെ ഏലിയാവ് ഒറ്റ ഒരുത്തനേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്കൊരു സത്യം അറിയാവോ? ബാലേവാ ബാലേവാ എന്ന് പറഞ്ഞ് യാഗപീഠം കൂട്ടി ബാലിന് ബലി കൊടുത്ത് തലങ്ങും വിലങ്ങും നിന്ന് 800 എണ്ണം കരഞ്ഞിട്ടും പ്രാർത്ഥിച്ചിട്ടും ബാലിന് അനങ്ങാൻ പറ്റുന്നില്ല. 850 എണ്ണം പൈശാചിക ശക്തികളെ, ദേവന്മാരെ വിളിച്ചിട്ട് അതിന് ചലിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന ഒരുത്തൻ അവിടെ മുഴങ്കാലിരിക്കുക. നീ ഒരെണ്ണം വീട്ടിൽ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നാൽ, നീ ഒരുത്തൻ മുഴങ്കാലിൽ ഇരുന്നാൽ, നീ ഒരുത്തൻ കരമുയർത്തി പിടിച്ചാൽ, നീ ഒരുത്തൻ ദൈവത്തെ സ്തുതിച്ചാൽ, ആമേൻ, നിന്റെ ഭവനത്തിലല്ല, നിന്റെ ഭവനത്തിന്റെ പരിസരങ്ങളിൽ പോലും പൈശാചിക ശക്തികൾക്ക് ചലിക്കാൻ കഴിയില്ല. ഓ, ആരാധിച്ചേ, ആത്മാവിൽ ആരാധിച്ചേ, അനുഭവമുള്ളവർ ആരാധിച്ചേ, കരമടിച്ച് ആരാധിച്ചേ. പ്രാർത്ഥിക്ക്, പ്രാർത്ഥിക്ക്. വെല്ലുവിളികളെ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്ക്. എല്ലാ പൈശാചിക വെല്ലുവിളികളും നിന്റെ വീട് എത്ര ശപിക്കപ്പെട്ട വീടെന്ന് നാട്ടുകാർ പറഞ്ഞാലും, നിന്റെ ചുറ്റുപാടിൽ എത്ര അന്യാരാധനകൾ ഉണ്ടെങ്കിലും, നിനക്ക് വിരോധമായി ആരൊക്കെ ആഭിചാരം ചെയ്തിട്ടുണ്ടെങ്കിലും, ഇതിനൊന്നും ചലിക്കാൻ കഴിയാത്ത നിലകളിൽ നിന്റെ പ്രാർത്ഥനയുടെ മുറിയിൽ പ്രാർത്ഥിക്കുന്നവർ പട്ടണങ്ങളിൽ എഴുന്നേൽക്കട്ടെ, പ്രാർത്ഥിക്കുന്നവർ കുടുംബങ്ങളിൽ എഴുന്നേൽക്കട്ടെ, പ്രാർത്ഥിക്കുന്നവർ സഭയിൽ എഴുന്നേൽക്കട്ടെ, പ്രാർത്ഥിക്കുന്നവർ ഉണരട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 41 മുതൽ 45 വരെയുള്ള ഭാഗങ്ങളിലേക്ക് ഞാൻ പെട്ടെന്നൊന്ന് വന്നു പോവുകയാണ്. 42-ാം വാക്യം. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്ത് മലയിൽ കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്തു കുനിഞ്ഞ് മുഖം മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് മുട്ട നിൽക്കുന്നവന്റെ മുമ്പിൽ പലതും മുട്ടടിക്കും. മോനെ, നീ മുട്ട നിൽക്കാൻ തയ്യാറാണ്, നിന്നെ പേടിപ്പിക്കുന്ന പലതും മുട്ടടിക്കാൻ പോവാ. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മലയിൽ കയറിപ്പോയപ്പോൾ ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞു. ഒരുത്തൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നു, 2 കൂട്ടരെ കാണാം. ഒരുത്തൻ ഫുഡിന് വേണ്ടി പോകുന്നു, ഒരുത്തൻ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്നു. എന്റെ കാര്യം എങ്ങനെയും നടത്തി തരണേന്ന് പറഞ്ഞു വരുന്ന ഒരു ടീം, അവൻ അങ്ങനെ പോകുന്നു. വേറൊരാളൊന്നും പ്രതീക്ഷിക്കാതെ മുഴങ്കാലിൽ തലയിട്ടിരുന്ന് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നു. ചരിത്രങ്ങൾ 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 തിരിയുന്നത് ആഹാബിലേക്കല്ല, പിന്നെ ചരിത്രങ്ങൾ തിരിയുന്നത് പ്രാർത്ഥിച്ചവനിലേക്കാണ്.
എന്തോ കർത്താവ് നിങ്ങളോടൊന്ന് പറയുന്നു, ഫാസ്റ്റിംഗ് എടുക്കുക, ചില ദിവസങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക, ദൈവസന്നിധിയിൽ ഇരിക്കുക, മാറിയിരിക്കുക, പ്രാർത്ഥിക്കാൻ ഇരിക്കുക, നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതത്തെ തിരിച്ചു പിടിക്കുക, ബൈബിൾ എടുക്കുക, വായിക്കുക, മനഃപൂർവ്വം ഇരിക്കുക, വായിക്കുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. 43-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞു. അവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. 7-ാം പ്രാവശ്യമോ, ഇതാ ഞാൻ കടലിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. ഇനി പ്രാർത്ഥിച്ചവൻ, കണ്ടോ, ശ്രദ്ധിച്ചു കേൾക്കണം, പ്രാർത്ഥിച്ചവൻ പ്രാർത്ഥനയുടെ മറുപടിയായി കണ്ട കാർമേഘത്തിന് ഒരു കൈയുടെ വലിപ്പേ ഉള്ളൂ, ഒരു കൈപ്പത്തി പോലെ. ശ്രദ്ധിക്കുന്നോ? ഒരു മനുഷ്യന്റെ കൈ പോലെ ചെറിയ ഒരു മേഘമാകണ്ടേ. പ്രാർത്ഥിച്ചവൻ പ്രാർത്ഥനയുടെ മറുപടിയായി കണ്ടതിൻ്റെ വലിപ്പം ചെറുതാണെങ്കിലും പെയ്ത മഴ മഴയുടെ മുഴക്കം, എനിക്കറിയില്ല, ഞാൻ ഈ ഒരു ദൂത് ഇന്നിവിടെ റിലീസ് ചെയ്യുക, ഇത് കർത്താവ് എന്നോട് സംസാരിക്കുന്ന അതുപോലെ പറയുകയാണ്. നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന ചെറിയ പ്രാർത്ഥനയായിരിക്കും, നീ പ്രതീക്ഷിക്കുന്ന വിടുതലും ചെറുതായിരിക്കും, പക്ഷെ സംഭവിക്കാൻ പോകുന്നത് വലുതായിരിക്കും. നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന ചെറുതായിരിക്കും, നീ പ്രതീക്ഷിക്കുന്ന വിടുതലും ചെറുതായിരിക്കും, പക്ഷെ സംഭവിക്കാൻ പോകുന്നത് നിന്റെ കൈ നിൽക്കാത്ത നിലകളിലുള്ള ദൈവപ്രവർത്തികളായിരിക്കും. ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്ത് വൻ മഴ പെയ്തു. പുള്ളി വന്ന് പറഞ്ഞ കൈപ്പത്തിയുടെ വലിപ്പത്തിലുള്ള മേഘമേ ഉള്ളൂ, വലുതായിട്ടൊന്നും ബ്രദർ പ്രതീക്ഷിക്കണ്ട. സ്തോത്രം, 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 സ്തോത്രം. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ, നിന്റെ പ്രാർത്ഥനയിൽ, അതിൻ്റെ വാഗ്ദത്തങ്ങളിലൊക്കെ വലിയ വലിപ്പം നീ കാണുന്നില്ലെങ്കിലും, നീ കേൾക്കുന്ന വാർത്തകൾ, നിന്നോട് ആൾക്കാർ പറയുന്ന വാർത്തകൾ നിന്നെ എൻകറേജ് ചെയ്യുന്നതല്ലെങ്കിലും, ചെറിയ കൈപ്പത്തിയുടെ വലിപ്പമേ മഴയ്ക്കുള്ളൂ എന്ന് പറഞ്ഞവന് പുറത്തിറങ്ങാൻ പറ്റാത്ത നിലയിലുള്ള മഴ, വൻ മഴ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ദൂത് പറയുന്നത്. പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ജീവിതത്തിൽ നീ കേട്ട ദൂത് ചെറിയ ദൂതായിരിക്കും, നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന ചെറിയ പ്രാർത്ഥനയായിരിക്കും, നിന്നോട് ആൾക്കാർ പറഞ്ഞത് നെഗറ്റീവായിരിക്കും, പക്ഷേ അതിന്റെ മറുപടി നീ പ്രതീക്ഷിച്ചതുപോലെ ആയിരിക്കത്തില്ല. അതിന്റെ മറുപടി അത്യത്ഭുതകരമായിരിക്കും. വർഷങ്ങളായി പ്രാർത്ഥനാമുറിയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനകൾ, ആമീൻ, എഴുതി വെച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, ദൈവദാസന്മാരോട് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ പ്രാർത്ഥനകൾ, ഇങ്ങനെ വിവിധ നിലകളിൽ നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടികൾ വൻമഴ പോലെ പെയ്തിറങ്ങാൻ പോകട്ടെ. നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ മറുപടികൾ വൻമഴ പോലെ പെയ്തിറങ്ങട്ടെ, പെയ്തിറങ്ങട്ടെ, പെയ്തിറങ്ങട്ടെ. നിന്റെ പ്രതിസന്ധി കാണാനിരുന്നവൻ, നിന്റെ പ്രതികൂലം കാണാനിരുന്നവൻ രഥം കയറി പോകട്ടെ.